വായിനുറച്ചു കളിക്കാൻ ഉപയോഗിക്കുന്ന പന്തുകളുടെ പ്രധാന ഭാഗങ്ങൾ വായിനിറക്കുന്നതിനെ പൊതിയുന്ന ഭാഗവുമാണല്ലോ. മുൻകാലങ്ങളിൽ വായിനിറക്കുന്ന ഭാഗം പന്നിയുടെയോ ചെമ്മരിയാടിൻ്റെയോ മൂത്രസഞ്ചിയായിരുന്നു. ആ പേര് ഇന്നും ഉപയോഗിക്കുന്നു. റബ്ബർ കൊണ്ടുള്ള ബ്ലാഡർ ആദ്യമായി ഉപയോഗത്തിലെത്തുന്നത് 1862 ആയിരുന്നു. ഗുഡെയർ ഓർഗനൈസേഷൻ വഴി റബ്ബറിനെ ബലപ്പെടുത്തുന്ന പ്രക്രിയ കണ്ടുപിടിച്ചതാണ് ഇത് സാധ്യമാക്കിയത്. 1960കളിൽ ഉപയോഗിച്ചിരുന്ന ബ്ലാഡറിന് നീണ്ട കയത്തുണ്ടായിരുന്നു. പമ്പ് ഉപയോഗിച്ച് വായിനുറച്ച ശേഷം കയത്തു മടക്കി കെട്ടി ഉപയോഗിക്കേണ്ടിയിരുന്നു. എന്നാൽ കുറപ്പോൾ കയത്തില്ലാത്ത ബാറ്ററികളാണ് കാണപ്പെടാറുള്ളത്. ഉന്നത മർദ്ദത്തിലുള്ള വായു പുറത്ത് പോകാതിരിക്കാനുള്ള വാൽവ് സാങ്കേതിക വിദ്യ ബ്ലാഡറുകളിൽ ലഭ്യമായിരുന്നു എന്നർത്ഥം. ഈ കാലയളവിലെല്ലാം പന്തുകളുടെ പുറംതോട് തുകൽ നിർമ്മിതങ്ങളായിരുന്നു. നനഞ്ഞു പോയാൽ ഭാരം ഗണ്യമായി വേഗം കേടായി പോകുമെന്ന ഇതിൻ്റെ പോരായ്മകളാണ്. ഭാരം വർദ്ധിച്ചാൽ പന്ത് ഹെഡ് ചെയ്യുന്ന കളിക്കാരൻ്റെ കഴുത്തിന് കൂടുതൽ ആഘാതമേൽക്കുകയും ചെയ്യുമല്ലോ. ആധുനിക ഫുട്ബോളിന് ബ്ലാഡർ, അതിനു പുറമെയുള്ള ലൈനിങ്ങുകൾ, ഏറ്റവും പുറത്തായി കവർ എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ബ്ലാഡർ നിർമ്മിക്കുന്നത് രൂപാന്തരപ്പെടുത്തിയ പ്രകൃതിദത്ത റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ബ്യൂൾട്ടൈൽ റബ്ബർ കൊണ്ടോ ആണ്. 98% ഐസോബ്യൂട്ടിലിനും 2% ഐസോപ്രിനും അടങ്ങിയ പോളിമറാണ് റബ്ബർ. പ്രകൃതിദത്ത റബ്ബർ ഐസോപ്രിൻ മോണോമറിന്റെ മാത്രം പോളിമറാണല്ലോ. ബ്യൂട്ടൈൽ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ബ്ലാഡറിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി വായു നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഇതിന്റെ മേന്മ. ലൈനിങ്ങായി ഉപയോഗിക്കുന്നത് പോളി അമൈഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നൈലോൺ പോലുള്ള വസ്തുക്കളാണ്. വീഴുമ്പോൾ നന്നായി പൊന്തുന്നതിനും പന്തിന്റെ ബലം മെച്ചപ്പെടുത്തുന്നതിനും ലൈനിങ് സഹായിക്കുന്നു. 1986 മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഉപയോഗിച്ച പന്തുകൾ പൂർണ്ണമായും കൃത്രിമ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഈ പന്തുകളുടെ പുറംതോട് 6 പോളിയൂറത്തൈൻ പാളികളെ ഉയർന്ന ഊഷ്മാവിൽ ഒട്ടിച്ചെടുത്തവായിരുന്നു. വളരെ കുറഞ്ഞ അളവിൽ ജലാംശം മാത്രമേ ആഗിരണം ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിന്റെ പ്രത്യേകത. അതിനാൽ നനഞ്ഞ മൈതാനത്തും മത്സരം നടത്താനാകും. സാമതിലിൻ ഡൈ ഐസോസൈനേറ്റും ബ്യൂട്ടൈൻ ഡയോളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പോളിയൂറത്തൈൻ ഉണ്ടാകുന്നതിന്റെ രാസസൂത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഐസോസൈനേറ്റിന്റെയും ഡയോളിന്റെയും ഘടനയിൽ മാറ്റം വരുത്തി വ്യത്യസ്ത ഗുണങ്ങളുള്ള പോളിയൂറത്തൈൻ നിർമ്മിക്കാനാകും. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ലോകകപ്പ് മത്സരങ്ങളിൽ പലതും മഴ നനഞ്ഞ മൈതാനത്തായിരുന്നു. എന്നിട്ടും കളി തടസ്സപ്പെടാതെ ടൂർണമെന്റ് വിജയപ്രദമായി നടത്താനായതിന്റെ ക്രെഡിറ്റ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതെ, പറഞ്ഞു വന്നത് ഫുട്ബോളിന്റെയും അതുപോലെ ചില കളികൾക്കും പാരമ്പര്യത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കഥ പറയാനുണ്ട്.